കാർഡോ UPI ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോഴാണ് പെട്ടെന്നൊരു SMS വരുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് 15,000 രൂപ ഡെബിറ്റഡ് എന്നാണ് മെസ്സേജ്. പക്ഷെ നിങ്ങളല്ല ഈ തുക കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ പാനിക്കാവുക സ്വാഭാവികമാണ്. എത്ര ചെറിയ തുക നഷ്ടപ്പെട്ടാലും അതൊരു വലിയ ടെൻഷൻ തന്നെയാണ്. പണം നഷ്ടപ്പെട്ടു എന്നത് മാത്രമല്ല, നമ്മുടെ അക്കൗണ്ടിന്റെ സുരക്ഷ നഷ്ടമായി എന്നതായിരിക്കും കൂടുതൽ ടെൻഷൻ വരുത്തുന്ന കാര്യം. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. UPI, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് എന്നിവ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുമില്ലാതെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത്തരം ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വേഗത്തിൽ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. പലരും എന്ത് ചെയ്യണമെന്നറിയാതെ സമയം കളയാറുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് എത്രയും വേഗം വീണ്ടും ഇക്കാര്യം സംഭവിക്കാനുള്ള സാധ്യത തടയുക എന്നതാണ്. ചിലർ ഈ മെസ്സേജ് നോക്കിയിരിക്കുകയോ കൂട്ടുകാരെ വിളിക്കുകയോ കുടുംബവുമായി സംസാരിക്കുകയോ തർക്കിക്കുകയോ ഒക്കെ ചെയ്യും. എന്നാൽ ഡിജിറ്റൽ തട്ടിപ്പുകളിൽ ഓരോ മിനിറ്റും വിലപ്പെട്ടതാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. പരിചയമുള്ളവരുമായി സംസാരിക്കുന്നതൊക്കെ നല്ലതാണ്, പക്ഷെ അതൊക്കെ ഫ്രീസിംഗ് മൂവ് ചെയ്തതിന് ശേഷമാകുന്നതാണ് നല്ലത്. ഉടനടി തന്നെ കാർഡുകൾ, UPI, നെറ്റ് ബാങ്കിംഗ് എന്നിവ ബ്ലോക്ക് ചെയ്യുക. നിങ്ങളുടെ പണം കൂടുതൽ നഷ്ടപ്പെടാതിരിക്കാനുള്ള ആദ്യത്തെ നടപടി ഇതായിരിക്കണം. നിങ്ങളുടെ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ ബാങ്കിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് ഉപയോഗിച്ച് കാർഡ് താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഹോട്ട് ലിസ്റ്റ് ചെയ്യുക. ചില ആപ്പുകളിൽ കാർഡ് ബ്ലോക്ക് ചെയ്യുക, കാർഡ് ഓഫ് ചെയ്യുക, ഓൺലൈൻ ഉപയോഗം നിർത്തുക പോലുള്ള ഓപ്ഷനുകൾ ഉണ്ടാകും. നിങ്ങൾക്ക് ആപ്പ് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ കാർഡിന്റെ പുറകിൽ കാണുന്ന നമ്പറിലോ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ബാങ്കിന്റെ 24/7 കസ്റ്റമർ കെയർ നമ്പറിലോ വിളിക്കുക. IVR ഓപ്ഷനുകൾ ഉപയോഗിച്ച് കാർഡ് ഉടൻ തന്നെ ബ്ലോക്ക് ചെയ്യുക. പല സിസ്റ്റങ്ങളിലും ഒരു ജീവനക്കാരന്റെ സഹായം ഇല്ലാതെ തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ UPI ദുരുപയോഗം ചെയ്യപ്പെട്ടാൽ UPI പേയ്മെന്റുകൾ പ്രവർത്തനരഹിതമാക്കുക അല്ലെങ്കിൽ ലിങ്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് നീക്കം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും UPI ഓട്ടോ പേ അല്ലെങ്കിൽ റിപ്പീറ്റ് പേയ്മെന്റുകൾ ഉണ്ടെങ്കിൽ അവയും റദ്ദാക്കണം. ഇനി അഥവാ ആപ്പ് വിചിത്രമായി പെരുമാറുന്നതായി തോന്നിയാൽ എല്ലാ ഉപകരണങ്ങളിൽ നിന്നും ഈ ആപ്പ് ലോഗ് ഔട്ട് ചെയ്യുക. ആവശ്യമെങ്കിൽ താൽക്കാലികമായി അൺഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നെറ്റ് ബാങ്കിംഗ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിംഗ് ദുരുപയോഗം ചെയ്യപ്പെട്ടെന്ന് മനസ്സിലായാൽ നിങ്ങളുടെ ലോഗിൻ പാസ്വേഡും ട്രാൻസാക്ഷൻ പിന്നും ഉടൻ മാറ്റുക. ആർക്കെങ്കിലും ആപ്പിൻ്റെയോ ഫോണിൻ്റെയോ ഒക്കെ പൂർണ്ണ നിയന്ത്രണം ലഭിച്ചതായി സംശയിക്കുന്നുണ്ടെങ്കിൽ നെറ്റ് ബാങ്കിംഗ് താൽക്കാലികമായി ഫ്രീസ് ചെയ്യാൻ ബാങ്കിനോട് ആവശ്യപ്പെടുക. ഇന്റർനെറ്റിൽ നിന്ന് തോന്നുന്ന ഫോൺ നമ്പർ എടുത്ത് കോൾ ചെയ്യരുത് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴും നിങ്ങളുടെ കാർഡ്, പാസ്ബുക്ക്, ബാങ്ക് വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് എന്നിവയിലെ ഔദ്യോഗിക നമ്പറുകൾ മാത്രം ഉപയോഗിക്കുക. ബാങ്കിനെ അറിയിക്കുകയും ഔദ്യോഗിക പരാതി നൽകുകയും ചെയ്യുക എന്നതും പ്രധാനമാണ്. വീണ്ടും പണം നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയാണ് ആദ്യം നമ്മൾ ഒഴിവാക്കിയത്. അടുത്ത പടിയാണ് ബാങ്കിനെ ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ അറിയിക്കുക എന്നത്. അപ്പോൾ അവർക്ക് അന്വേഷിക്കാനും ചിലപ്പോൾ നഷ്ടം തിരികെ ലഭിക്കാനോ പരിമിതപ്പെടുത്താനോ സഹായിക്കാനും കഴിയും. കസ്റ്റമർ കെയറിൽ വിളിച്ച് ഇതൊരു അനധികൃത ഇടപാടാണെന്നും നിങ്ങളിത് ചെയ്തിട്ടില്ല എന്നും അറിയിക്കുക. പരാതി രജിസ്റ്റർ ചെയ്യുക. കൂടുതൽ ഇടപാടുകൾ ബ്ലോക്ക് ചെയ്യുക. ഒപ്പം കംപ്ലൈൻറ്റ് നമ്പർ കയ്യിൽ സൂക്ഷിക്കുക. നിങ്ങൾ വിളിച്ച കോളുകളുടെ തീയതിയും സമയവും ജീവനക്കാരൻ്റെ പേരോ ഐഡിയോ ലഭ്യമാണെങ്കിൽ ആ വിവരങ്ങൾ, റെഫറൻസ് നമ്പർ എന്നിവയും കയ്യിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. ഇവ ഭാവിയിൽ ആവശ്യം വന്നേക്കും. കൂടാതെ ബാങ്കിൻ്റെ ഔദ്യോഗിക കസ്റ്റമർ സപ്പോർട്ട് ഇമെയിൽ വിലാസത്തിലേക്ക് ഒരു മെയിൽ അയയ്ക്കുക. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, ഫിനാൻഷ്യൽ ഫ്രോഡ് നടന്ന തീയതി, സമയം, തുക, കംപ്ലൈൻറ്റ് നമ്പർ എന്നിവയാണ് അതിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ. പല ബാങ്കുകൾക്കും ഇൻ ആപ്പ് കംപ്ലൈൻറ്റ് വിഭാഗമുണ്ട്. കൂടുതൽ രേഖകൾക്കായി അതും ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ തട്ടിപ്പ് നടന്നയുടൻ റിപ്പോർട്ട് ചെയ്തു എന്ന് കാണിക്കുന്ന വ്യക്തവും സമയബന്ധിതവുമായ ഒരു രേഖ ഉണ്ടാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ബാങ്കിനൊപ്പം സൈബർ ക്രൈം ടീമിനെയും റിപ്പോർട്ട് ചെയ്യണം. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കുള്ള ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പറിലും വിളിക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ഫ്രോഡ് സംഭവിച്ചു എന്ന് മനസ്സിലായാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ജനഹിതം 24/7 സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.